Hi friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചട്ടച്ചായ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. അപാര ടേസ്റ്റാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാലാണ് അളന്നെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരവും ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് പാലല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമാകും. കാരണം ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചായയേക്കാളും എത്രയോ ടേസ്റ്റാണ് ഈ ചട്ടച്ചായയിലുള്ളത്. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ബാക്കിയുള്ള ചട്ടച്ചായയിലെ സ്റ്റെപ്സിലേക്ക് കടക്കാം. ചട്ടച്ചായ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ചിരട്ടയാണ്. അതിൻ്റെ താഴ്ഭാഗം തന്നെ നോക്കിയെടുക്കണം. മുകൾ ഭാഗമാണെങ്കിൽ, അതിൻ്റെ കണ്ണുള്ള ഭാഗമാണെങ്കിൽ നമുക്കത് ഓട്ടയാകാൻ സാധ്യതയുണ്ട് ചൂട് തട്ടുമ്പോൾ. പിന്നെ പൊട്ടലൊന്നും ഇല്ലാതെ നോക്കണം. എൻ്റെ ഈ ചിരട്ടക്ക് മുകളിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അത്രേ ഉള്ളൂ, താഴത്തേക്കില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ചായ പോവുകയും ചെയ്തില്ല. പിന്നെ നമ്മളിത് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് കൂട്ടി, എത്രയാണോ വെള്ളത്തിൻ്റെ അളവ് അത്രത്തോളം നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഞാൻ ഇവിടെ ഈ ചിരട്ടയുടെ പകുതിയോളം വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ 3/4 ഭാഗത്തോളം പാലൊഴിച്ചാൽ നിറയുന്നതാണ്. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഈ ചിരട്ട വെള്ളം വെക്കുന്നത്. പിന്നെ എത്രയാണോ വെള്ളം പകുതിയോളം നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അതിൻ്റെ അപ്പുറം പോയാൽ ചിരട്ട കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളൊരു ക്ലിപ്പ് നല്ലതാണ്, കാരണം നമുക്ക് പെട്ടെന്ന് തിളക്കുകയാണെങ്കിൽ ഒന്ന് പൊന്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടുപ്പില്ലാത്തവർക്ക് ചായപ്പൊടി അളവ് കുറക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടി ഇനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് ഓപ്ഷണലാണ്, ഒരു ഏലക്കയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമായിന്ന് വരും. കാരണം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വന്നു ഈ ഒരു ചായ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ വെള്ളത്തിൽ എത്രയാണോ ഉള്ളത് ആ പകുതിയുള്ള ചിരട്ടയുടെ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലെയിം പോകാൻ പാടില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിളങ്ങനെ വരുന്നുണ്ട്, ഒന്നുകൂടി തിളക്കട്ടെ. അപ്പോൾ നമ്മൾ പാലൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റൊരു റെഡിയാക്കേണ്ടത് ഒരു പാത്രമാണ്. കാരണം പാൽ ഒഴിച്ചാൽ പെട്ടെന്ന് തിളച്ച് പൊങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ആ പൊങ്ങിയ പാലൊന്നും നമ്മുടെ സ്റ്റൗവിൻ്റെ അതിനൊന്നും പോവില്ല. നമ്മൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റൗവിൻ്റെ അതിനെ പോയിട്ട് നമ്മൾ പകുതിയോളം പാൽ ചായ അതിലേക്ക് പോകും. പിന്നെ നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചെടുക്കാം. തിളച്ച് പൊങ്ങാന്ന് കാണുമ്പോൾ ആ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് പൊക്കി കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് എത്രയാണോ പാൽ ആവശ്യം, ഞാൻ അതിൽ 3/4 ഭാഗത്തോളം പാൽ ചേർക്കുന്നുണ്ട്. 1/4 ഭാഗം പാൽ. നമുക്ക് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിലായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. ഞാനത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്.
നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ചായ ഇവിടെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. നല്ലോണം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നതെന്ന് കണ്ട് അപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രത്തിലേക്ക് കാട്ടി കൊടുക്കണം. കാരണം ഈ ചിരട്ടയുടെ ചൂട് കാരണം അത് ഈ തിളച്ച് പൊങ്ങാനും പോവാനും സാധ്യതയുണ്ട്. കണ്ടോ, ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു പാത്രം വെക്കണം എന്ന് പറഞ്ഞത്. വെച്ചോടത്ത് തന്നെയാണ് എനിക്ക് ആ ചിരട്ടയുടെ ചായ ഒന്നും പോയില്ല. ആ പാത്രത്തിലേക്ക് പോയതുകൊണ്ട് നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിരട്ടച്ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കുടിക്കുന്ന ചായനേക്കാൾ എത്രയോ ഡിഫറെൻ്റാണ് ഈ ചായ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ വീണ്ടും ഉണ്ടാക്കിയായിരുന്നു. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്, നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായി. പിന്നീട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. കാരണം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണല്ലോ, അത് കാരണം. ഞാൻ അതൊരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ചിരട്ടച്ചായ അല്ലേ, ചിരട്ടച്ചായ ചിരട്ടയിൽ സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു മൊഞ്ചും ഒക്കെ, പിന്നെ കുടിക്കുമ്പോഴൊരു ഫീലിംഗ് നമുക്ക് ചിരട്ടയിൽ കുടിക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റൊക്കെ ഒരുമരിക്കുന്നതായിരിക്കും, നല്ലൊരു ഫീൽ നമുക്ക് ചിരട്ടയിൽ കുടിക്കുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ചിരട്ടയിൽ സെർവ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും. കണ്ടോ എന്തൊരു മൊഞ്ചാണെന്ന്. അതുപോലെ തന്നെയാണ് ടേസ്റ്റും, വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഏലക്കൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്നൊരു ചായയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. താങ്ക് യു.